ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റും കൂടെ അറിയിക്കൊണ്ടി. അപ്പോൾ അതാ ഇന്ന് നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് പരീക്ഷ ആയതുകൊണ്ട് നേരത്തെ പോലെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിളിച്ചോണ്ടിട്ട് ഞാൻ കിടക്കാൻ നിന്നാൽ അതിൻ്റെ പിന്നാലെ പോലും വന്ന് കിടക്കും, വായിക്കൂല കേട്ടോ. അപ്പം ഓലയുടെ വായിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാനിതാ കിച്ചണിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. പഴം ഉണ്ടായിരുന്നു, കുറച്ച് മൈസൂർ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പുട്ടാക്കാമെന്ന് കരുതി. എന്നാൽ പണി എളുപ്പമുണ്ടല്ലോ, കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. മക്കൾക്ക് ഇഷ്ടം അത് തന്നെയാണ് കേട്ടോ. അപ്പം ചായക്കുള്ള വെള്ളം അവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പുട്ടിനുള്ളതൊക്കെ നനച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾക്ക് പുട്ട് ഓരോന്ന് ചുട്ടെടുക്കലാണ്. അങ്ങനെ നമ്മൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാക്കണ പഴവും പിന്നെ ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കളൊക്കെ പോയിട്ടോ. അവര് ചായ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അവര് 6 മണിയാകുമ്പോൾ പോയിട്ടുണ്ട്. ഇനി പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ അവര് ചായ കുടിക്കൽ. കട്ടൻ ചായ കുടിച്ച് പോയതാണ്. ഇനിയിപ്പോൾ ഞാൻ ചോറ് വെക്കുന്നത് റൈസ് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ അതിൽ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് മുരിങ്ങയാണ് കേട്ടോ. നമ്മൾ 2 ദിവസം മുന്നേ ഊരി വെച്ചിന് മുരിങ്ങയാണ്. ഉരികാണ്ട് ഫ്രിഡ്ജിൽ വെച്ചതേനു കേട്ടോ. ഒന്നും ആയിട്ടില്ല. നല്ല പുതിയ മുരിങ്ങൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. നമ്മളിന്ന് ഒടിച്ച് ഊരിയ മാതിരി തന്നെ കാരം ഊരിക്കാണ്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നാൽ മുരിങ്ങക്ക് ഒരു കേടും വരില്ല. അങ്ങനെ അതിങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി അതൊക്കെയുള്ള അരവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ റെഡിയായി. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ വെണ്ടക്ക ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതവിടെ അരിഞ്ഞ് വെച്ചപ്പോഴേക്കും അവിടെ ചോറുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഊറ്റി ഇനിയിപ്പോൾ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ്. അപ്പം എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുകയാണ്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി എടുത്ത് കണ്ടപ്പം വല്ലുള്ളിയും പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം വല്ലുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തപ്പം വീഡിയോ ഓണാക്കിയിട്ടില്ലായിരുന്നു. പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പച്ചമുളകും വല്ലുള്ളിയാണ് വാട്ടിക്കണത്. അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിന്. അടച്ച് വെച്ചാൽ പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മളെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി അതേപോലെ ഉപ്പേരി അതിനോടൊന്നും വലിയ താല്പര്യമല്ല കേട്ടോ. അവർക്ക് പൊരിക്കണം. ഞാൻ പിന്നെ ഉപ്പേരിയൊക്കെ തിന്നലുണ്ട് കേട്ടോ. മക്കൾക്ക് ഇവിടെ വെണ്ടക്ക പൊരിച്ചത് തന്നെ പറ്റുള്ളൂ. പിന്നെ ഇതെന്താ പറ്റാത്തത്, ആ ഒരു വലുപ്പമാണല്ലോ നമ്മൾക്ക് വെണ്ടക്ക ഉപ്പേരിയൊക്കെ വെച്ചാൽ. അതുകൊണ്ടാണ് ഒരു കഴിക്കാത്തത്. അപ്പോൾ അത് വരാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കണ്ടതാണ് കേട്ടത്. സുർക്ക അല്ലെങ്കിൽ നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ ആ വഴുവഴുപ്പ് ഉണ്ടാവില്ല. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താണ്ട് ആക്കും പോലെ അങ്ങനെ കുറഞ്ഞ തീയിൽ അങ്ങനെ ഇട്ട് കൊടുത്ത് വേവിക്കാം. അങ്ങനെ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കുട്ടികളോട് തിന്ന് നോക്കി ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഓൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞു കണ്ട് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. വിനാഗിരി വെച്ച് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞു വേണ്ടി കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ റിജു ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. ടേസ്റ്റൊക്കെ ഇട്ടാണ് കണ്ട് അതൊക്കെ പാത്രത്തിലാക്കി. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ മീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. മസാലയും തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയാണ്ട് അതും അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ മക്കളെല്ലാവരും പോയി കേട്ടോ. ഇനിയിപ്പം ചിരങ്ങയാണ് കറി വെക്കണത്. ചിരങ്ങ താളിക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഒരു ചെറിയൊരു മുറിയും പിന്നെ ഒരു ചെറിയ ചിരങ്ങ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതെടുത്താൽ ഒരു താളിപ്പാക്കാം. അപ്പോൾ ഇത് ഇളയ ചിരങ്ങയാണ് കേട്ടോ. അപ്പം പിന്നെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് അത് താളിക്കാം. നമ്മൾ മൂത്ത ചിരങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചിരങ്ങയൊക്കെ നുറുക്കി നല്ല കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ അതാ കുറച്ച് പച്ചമുളകും ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ നല്ല മൂത്ത ചിരങ്ങയാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചാലും ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മൂത്ത ചിരങ്ങ കൊണ്ടുവന്നാൽ ചോദിച്ചും ജ്യൂസ് അടിച്ചു തരുമെന്ന്. പാലും കുട്ടിൻ്റെ അടിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതാ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ അതാ കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം അടപ്പിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ റെഡിയാക്കി അപ്പോൾ അതാ കുക്കറിൽ ഗ്യാസുമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വെന്താല മീനും കൂടിയും വറുത്താൽ നമ്മൾ അടുക്കളയത്തെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ചിരങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പം അതൊന്ന് കടുകിട്ട് താളിക്കുകയാണ്. എണ്ണയൊക്കെ ചൂടാക്കിയത് ആ കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചിരങ്ങയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ അതൊക്കെ കുറച്ചൊരു കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. അത് ഭയങ്കര കഷ്ണം മാത്രമേ ഉള്ളൂ, കുറഞ്ഞൊരു ലൂസാവാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ മീനും കൂടി ഇവിടെ പൊരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിരങ്ങാ താളിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിപ്പം ക്ലീനിങ്ങും കുളിയും ഒക്കെ കഴിഞ്ഞ് ചോറും വെച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ടിപ്പോൾ അത് ആ പാടത്തേക്ക് ചായയും കൊണ്ട് പോവുകയാണ്. ഇപ്പം ഇന്ന് ഉച്ച തിരിഞ്ഞാൽ പാടത്ത് പണിയെടുക്കും കേട്ടോ. അപ്പം നമ്മളെ തോട് നല്ല തെളിവുണ്ട്. മിഞ്ഞാന്ന് മഴ പെയ്തിട്ട് ആകെ കലങ്ങി വെള്ളമുണ്ട്. അപ്പം ഇന്ന് കുറഞ്ഞ നേരം രാവിലെ മഴ പെയ്തിട്ടുള്ളൂ, പിന്നെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളെ വെള്ളമൊക്കെ നല്ല തെളിവുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മളെ പാടത്ത് വാഴയാണ്. അങ്ങനെ നമ്മൾ പാടത്തെത്തിയിട്ടുണ്ട്. ചായ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാടത്തൊക്കെ പോയി വന്ന് ഇപ്പോൾ ഞങ്ങളെ കുഞ്ഞ് സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. കുഞ്ഞ് വീടാണെങ്കിലും ഞങ്ങളിവിടെ ഹാപ്പിയാണ് കേട്ടോ.